എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യുന്നു. ഗോസസ് തിയറത്തിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ, ചാർജ്ഡ് കണ്ടക്ടർ, അതായത് ലൈൻ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി കഴിഞ്ഞ ദിവസം പഠിച്ചു. അപ്പോൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം, which is electric intensity due to an infinite plane sheet of charge. See, electric intensity due to an infinite plane sheet of charge. അപ്പോൾ ഒരു പ്ലെയിൻ ഷീറ്റ് സങ്കല്പിക്കുക. ഒരു പ്ലെയിൻ ഷീറ്റ് ഇൻഫിനിറ്റ്ലി ലാർജാണ്. ഇൻഫിനിറ്റ്ലി ലാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ ഷീറ്റിൽ ഞാൻ പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് ചാർജ് കൊടുത്തത് കാരണം ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഈ പോയിന്റിൽ കണ്ടെത്തണം. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് വെരി സ്മോൾ. ഇവിടെ മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് വളരെ ചെറുതാണ് വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ഷീറ്റ്. ദാറ്റ് ഈസ് വൈ വി ആർ കോളിംഗ് ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലെയിൻ ഷീറ്റ്. Okay, so infinitely large plane sheet എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if we calculate the intensity at a distance, then that distance must be very small when compared to the size of the sheet. Okay, അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ പ്രതലം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കുറച്ച് മുകളിലായിട്ടൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ ചെറുതാണ് വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദിസ് ബുക്ക്, ദിസ് ഷീറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇൻഫിനിറ്റ്ലി ലാർജ് പ്ലെയിൻ ഷീറ്റാണെന്ന് പറയാം. ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു എയിമിലേക്ക് കിടക്കാം. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് ഡ്യൂ ടു ദിസ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. നോക്കൂ, ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ്സ് സർഫസ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഫസ്റ്റ്ലി വി ഡിഫൈൻ എ സ്റ്റാൻഡേർഡ് ഫോർ ഗിവിംഗ് ദി ചാർജ്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട് കൺസിഡർ ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ ആദ്യം ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് കൊടുക്കാം. ഈ ഒരു ചാർജ് കൊടുത്ത രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഇതിൻ്റെ സർഫസിലാണ് ചാർജ് കൊടുത്തത്. സോ ദി ചാർജസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ് സർഫസ് ആൻഡ് വി ടേക്ക് ഏരിയൽ ചാർജ് ഡെൻസിറ്റി. അതിനെ ഞാൻ സിഗ്മ എന്ന് വിളിക്കുന്നു. ലെറ്റ് സിഗ്മ be the aerial charge density. Aerial charge density surface charge density എന്ന് വിളിക്കും. surface charge density. So aerial charge density or surface charge density is sigma. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജ് പെർ ഏരിയ, സർഫസ് ഏരിയ, ചാർജ് പെർ ഏരിയ, ദാറ്റ് ഈസ് കൂളോം പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിൻ്റെ യൂണിറ്റ്. സോ ദാറ്റ് ഈസ് ഇക്വൽ ടു ചാർജ്. സപ്പോസ് ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഈസ് ഗിവൺ ആൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ഈസ് ds and sigma equal to q by ds. അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? സിഗ്മ ഈസ് ഇക്വൽ ടു q by ds. Here ds is the area which encloses the charge q എന്നാണ് മനസ്സിലാക്കേണ്ടത്. which encloses the charge q. അതാണ് സിഗ്മ. അപ്പോൾ ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ എങ്ങനെ വരുന്നു എന്നറിയാനായിട്ട് നമുക്കറിയാം അല്ലേ, നമ്മൾ ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ് സ്റ്റഡി ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി ചാർജ്ഡ് ഷീറ്റ്
we have to calculate the intensity at this point. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ പോയിൻറ്റിനെ ചുറ്റി ഈ പോയിൻ്റ് പി എന്ന് സങ്കല്പിച്ചാൽ ഈ പോയിൻറ്റിനെ ചുറ്റി ഞാനൊരു ഏരിയ കൺസിഡർ ചെയ്തിട്ട് ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. സോ ഹിയർ ദി ഗോഷ്യൻ സർഫസ് ഈസ് like a cylinder, like this, like a cylinder, and whose length extends equally on the other side also. See, അതിൻ്റെ മറ്റേ സൈഡിനും ഈക്വലായിട്ട് ലെങ്ത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. ഇതാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. സോ വാട്ട് ഈസ് ദി ഗോഷ്യൻ സർഫസ് ഹിയർ? എ സിലിണ്ടർ, അല്ലേ? ഒരു സിലിണ്ടറാണ് ഇവിടുത്തെ ഗോഷ്യൻ സർഫസ്. നോക്കൂ, ഈ ഒരു ചാർജ്ഡ് ഷീറ്റിനെ അതിൻ്റെ സൈഡ് വ്യൂ, അപ്പോൾ ഈ ഷീറ്റ് ഇങ്ങനെ ഇരിക്കുന്നത്, അതിൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെ നിൽക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഇതൊരു ഷീറ്റാണെങ്കിൽ അതിൻ്റെ സൈഡ് വ്യൂ ആകുമ്പോൾ ഇങ്ങനെ നിൽക്കുമല്ലേ, ഇങ്ങനെ നിൽക്കുന്നത് സൈഡ് വ്യൂ. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്, താഴെ വരച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാസ് ചെയ്യുന്നു, ഈ ഭാഗത്തും ഇങ്ങനെ പാസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഷീറ്റിൽ നിന്ന് ഇങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഗോഷ്യൻ സർഫസ്, സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഗോഷ്യൻ സർഫസ് ഇതാണെന്ന് സങ്കല്പിക്കുക. So ഇതാണ് ഗോഷ്യൻ സർഫസ് ആൻഡ് ഇറ്റ്സ് വേറൊരു പെൻ എടുക്കാം. See, this is the Gaussian surface and its length equal, length extends equally on the other side also. See, ഇങ്ങനെയാണ് ആക്ച്വലി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ആ ഷീറ്റിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കും, ഓക്കെ, ഇങ്ങനെ നിൽക്കും, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ ചാർജ്ഡ് ഷീറ്റാണെന്ന് സങ്കല്പിക്കുക. സോ ഇഫ് ദിസ് ഈസ് അവർ ചാർജ്ഡ് ഷീറ്റ്, if this is our charged sheet, then its length, the length of the Gaussian surface ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് ചാർജ്ഡ് ഷീറ്റെങ്കിൽ ഇങ്ങനെ നിൽക്കും, ഒരു സൈഡ് ഇങ്ങനെ നിൽക്കും, അപ്പുറത്തെ സൈഡ് ഇങ്ങോട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇതാണ് ഗോഷ്യൻ സർഫസ്, സിലിണ്ടറിക്കൽ ഗോഷ്യൻ സർഫസ്. ഇവിടെ ഉണ്ടാവും, പിന്നെ ഇപ്പുറത്തെ സൈഡും ഈക്വലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചതുപോലെ ഇൻറ്റൻസിറ്റി കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഗോഷ്യൻ സർഫസ് വഴി പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ആണ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? കഴിഞ്ഞ ദിവസം ഓർമ്മയുണ്ടോ പറഞ്ഞത്? അപ്പോൾ ഗോഷ്യൻ സർഫസ് ഇതാണ്, ഈ സിലിണ്ടറിക്കൽ സർഫസാണ്. ഇതുവഴി പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒരു ഡി എസ് എന്ന് പറഞ്ഞ സ്മാൾ ഏരിയ അസ്യൂം ചെയ്താൽ ദാറ്റ് ഡി എസ് ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്, അല്ലേ? ഇവിടെ ഡി എസ് എന്ന് പറഞ്ഞ ഒരു സ്മാൾ ഏരിയ ഞാൻ അസ്യൂം ചെയ്താൽ ഈ ഡി എസ് എന്ന് പറയുന്നത് എപ്പോഴും അതിന് ആ പ്ലെയിനിന് നോർമലായിരിക്കും, ഈ ഒരു സർഫസിന് നോർമലായിരിക്കും. ഡി എസ് പെർപെൻഡിക്കുലർ ആയിരിക്കും, കാരണം ഏരിയ വെക്റ്റർ നിങ്ങൾക്കറിയാം പെർപെൻഡിക്കുലറാണ് ആ സർഫസിന്. ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ദിസ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ഡി എസ്. ഇനി വാട്ട് ഈസ് ദി ഇൻറ്റൻസിറ്റി ഹിയർ? അത് താഴെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻറ്റൻസിറ്റി ഇങ്ങോട്ടല്ലേ പോകുന്നത്, ഈ ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഇങ്ങനെ പോകുമ്പോൾ ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷനും ഇത് തന്നെയാണ്, അല്ലേ? ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഈ ഡി എസ് ഒരേ ഡയറക്ഷനാണ്, ഇവിടെയും ഇയും ഡി എസും ഒരേ ഡയറക്ഷനാണ്. So now we have to calculate the total flux passing through this Gaussian cylindrical surface.
ഈ സിലിണ്ടറിക്കൽ സർഫസ് വഴി പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണല്ലോ ഇവിടുത്തെ ക്ലോസ്ഡ് സർഫസ്. എങ്കിലേ ഗോസസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ സിലിണ്ടറിക്കൽ സർഫസിന് എത്ര ഫേസസ് ഉണ്ട്? ഫ്ലാറ്റ് ഫേസ് 1, ഫ്ലാറ്റ് ഫേസ് 2, പിന്നെ എ കർവ്ഡ് ഫേസ്. ദർ ആർ 3 ഫേസസ്. കഴിഞ്ഞ ദിവസം കാണിച്ചെന്നല്ലോ ഞാൻ. ഫ്ലാറ്റ് ഫേസ് 1, ഫ്ലാറ്റ് ഫേസ് 2, എ കർവ്ഡ് ഫേസ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ദിസ് പെൻ ഇതൊരു സിലിണ്ടറിക്കൽ ഗോഷ്യൻ സിലിണ്ടർ ആണെങ്കിൽ ഇതിന് ടോപ്പിൽ ഒരു ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, ഇവിടെ ഒരു ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, പിന്നെ ഇത് കർവ്ഡ് സർഫസ്. ഇത് കർവ്ഡ് സർഫസ്. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റെഡി? സോ ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ ഗോഷ്യൻ സർഫസ് എന്താണ്? സിലിണ്ടറിക്കൽ സർഫസ്, അല്ലേ? സിലിണ്ടറിക്കൽ സർഫസ് ഹൂസ് ലെങ്ത് എക്സ്റ്റെൻസ് ഈക്വലി ഓൺ ഐദർ സൈഡ്സ്. അതാലോചിക്കുക. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്കങ്ങനെ നോട്ട് ചെയ്യാം. ഹിയർ ദി ഗോഷ്യൻ surface is a cylinder whose length extends equally on either sides. ശരിക്കും നമ്മൾ നന്നായിട്ട് ഇമാജിൻ ചെയ്ത് വേണം ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതെല്ലാം പഠിക്കാൻ. നന്നായിട്ട് ഇമാജിൻ ചെയ്യണം. വെറുതെ നമ്മൾ ബൈഹർട്ടാക്കി പോകരുത്, കാണാതെ പഠിച്ച് പോകരുതേ. ഓക്കെ, സോ ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് Q ഈസിക്കൽ ടു, ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. Q ഈസിക്കൽ ടു സിഗ്മ ds. ഇതാണ് ടോട്ടൽ ചാർജ് എൻക്ലോസ്. റെഡി? ശരി. ഇനി what is the total flux? രണ്ടാമത്തെ സ്റ്റെപ്പാണ് ടോട്ടൽ ഫ്ലക്സ്. സോ ടോട്ടൽ ഫ്ലക്സ് phi is equal to phi flat 1 plus phi flat 2 plus phi curved. റെഡി? 3 സർഫസ് വഴിയും പാസ് ചെയ്യുന്ന. സോ ദി ടോട്ടൽ ഫ്ലക്സ്, അല്ലേ? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ആദ്യം ഒന്നാമത്തെ ഫ്ലാറ്റ് ഫേസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഫ്ലാറ്റ് 1 പ്ലസ് രണ്ടാമത്തെ ഫ്ലാറ്റ് ഫേസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഫ്ലാറ്റ് 2. ഈ 2 ഫേസുമായി ഇനി നമുക്ക് കർവ്ഡ് സർഫസാണ് അറിയേണ്ടത്, പ്ലസ് ഇൻ്റഗ്രൽ കർവ്ഡ് ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സർഫസ് വഴിയും കടന്നു പോകുന്ന ഫ്ലക്സ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോളണേ. ഇനി നോക്കിയേ, ആദ്യത്തെ ഫ്ലാറ്റ് 1ഉം ഫ്ലാറ്റ് 2ലുള്ള ആംഗിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്തേ. ഓക്കെ, ഫ്ലാറ്റ് 1, ഇത് ഫ്ലാറ്റ് 1 എന്നെടുക്കാം. ഒന്നാമത്തെ സർഫസ്, ഇത് രണ്ടാമത്തത്. അങ്ങനെ 2 ഫ്ലാറ്റ് ഫേസ് ആണുള്ളത്. ഇവിടെ ഈക്കും ടി എസിനും ഇടയിലുള്ള ആംഗിൾ നേരത്തെ പറഞ്ഞു, ദിസ് ഈസ് 0 ഡിഗ്രി. ഇവിടെയും 0 ഡിഗ്രി. വാട്ട് അബൌട്ട് ദി കർവ്ഡ് സർഫസ്? ഓക്കെ, ഇത് കർവ്ഡ് സർഫസ് ആണെങ്കിൽ ഇവിടെ ഞാനൊരു സ്മോൾ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയ ഡി എസ് എപ്പോഴും ഇങ്ങനെ നിൽക്കും. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, അല്ലേ? ഡി എസ് എപ്പോഴും ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ബട്ട് വാട്ട് അബൌട്ട് ദി ഇൻറ്റൻസിറ്റി ഹിയർ? അതാ നോക്കിയാൽ ഇങ്ങനെയാണ് പോകുന്നത്. അത് താഴത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പോകുന്നത് ഇൻറ്റൻസിറ്റി. ദിസ് ഈസ് ദി ഡയറക്ഷൻ. സോ ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഇങ്ങനെയായിരിക്കും, അല്ലേ? ദിസ് ഈസ് ദി ഇൻറ്റൻസിറ്റി ഹിയർ, കർവ്ഡ് സർഫസിൽ. സോ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി എസ് ഓവർ ദി കർവ്ഡ് സർഫസ്? യെസ്, ഇറ്റ് ഈസ് 90 ഡിഗ്രി. സോ ഇ ഡി എസ് കോസ് 0 പ്ലസ് ഇ ഡി എസ് കോസ് 0. ഇപ്പോൾ രണ്ടിലും, ഒന്നാമത്തെ ഫ്ലാറ്റിലും രണ്ടാമത്തെ ഫ്ലാറ്റിലും ആംഗിൾ 0 ഡിഗ്രി. വാട്ട് അബൌട്ട് ദി കർവ്ഡ് സർഫസ്? ഇ ഡി എസ് കോസ് 90,
അല്ലേ? 90 ഡിഗ്രി അല്ലേ കർവ്ഡ്? ഇക്കും ടി എസിനും ഇടയിലുള്ള ആംഗിളാണ്. യെസ്. വാട്ട് ഈസ് കോസ് 0? 1. ഇവിടെയും കോസ് 0 1. കോസ് 90 എത്ര? കോസ് 90 0. സോ ആ ടൈം മൊത്തത്തിൽ 0 ആയി പോകുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ആദ്യത്തെ 2 ടൈം മാത്രമേ ഉള്ളൂ, അല്ലേ? ഇൻ്റഗ്രൽ ഇ ഡി എസും ഇൻ്റഗ്രൽ ഇ ഡി എസും മാത്രമേ ഉള്ളൂ. 2 ഫേസുകളാണ്, ഫ്ലാറ്റ് ഫേസ്. ഓക്കെ. സോ ഇതൊരിക്കൽ കൂടെ എടുത്തെഴുതാം. എൽ എച്ച് എസ് എന്താ? ഇൻ്റഗ്രൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസിക്കൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് പ്ലസ് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. അല്ല, ഇ ഇങ്ങ് പുറത്തെടുത്തു. ഇ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ പോയിന്റിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെയും കോൺസ്റ്റൻ്റ് ആണ് ഇ. അതുകൊണ്ട് ഇ ഇങ്ങ് പുറത്തെടുത്തു. സോ ഇ ഇൻ്റഗ്രൽ ഡി എസ് പ്ലസ് ഇ ഇൻ്റഗ്രൽ ഡി എസ്. അപ്പോൾ അത് എന്ത് വരും? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി ഫ്ലാറ്റ് ഫേസ് ബി എ. അതായത് ഈ ഫ്ലാറ്റ് ഫേസിലെ ടോട്ടൽ ഏരിയ എ. അപ്പോൾ ഇവിടെ എ ആണെങ്കിൽ സെയിം ഏരിയ തന്നെ ഇവിടെ ഉണ്ടാവും, എ, അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ ഏരിയ, സർഫസ് ഏരിയ എ, ഇതും എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എന്തായി മാറും? നമ്മൾ ആദ്യം എടുത്ത ഇക്വേഷൻ ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് പ്ലസ് ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസിൻ്റെ അവിടെ എ എടുക്കാം, ഇവിടെയും ഇൻ്റഗ്രൽ ഡി എസിൻ്റെ അവിടെ എ എടുക്കാം. ഇത് ഒന്നാമത്തതാണ്, ഇത് രണ്ടാമത്തതാണ്. അപ്പോൾ ഇതും എ ആണ്, ഇതും എ ആണ്. ടോട്ടൽ ഏരിയ, ഇൻ്റഗ്രൽ ഡി എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഏരിയ എന്നാണ്, ആ ഫേസിലെ ടോട്ടൽ ഏരിയ. സോ ഇവിടുത്തെ ടോട്ടൽ ഏരിയ എ എന്നും ഇവിടുത്തെ ടോട്ടൽ ഏരിയയും എ തന്നെ ആയിരിക്കും. സോ ദി ഇക്വേഷൻ ബിക്കംസ് ഇ ഇൻറ്റു എ പ്ലസ് ഇ ഇൻറ്റു എ. ഓക്കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2EA. അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്? അപ്ലൈയിങ് ഗോസസ് തിയറം. അപ്ലൈയിങ് ഗോസസ് തിയറം, അല്ലേ? ഗോസസ് തിയറം എന്താ പറയുന്നത്? ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ടോട്ടൽ ചാർജ്, അല്ലേ? വാട്ട് ഈസ് ദി ടോട്ടൽ ഫ്ലക്സ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? ക്യൂ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാം. വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്? 2EDA. സോ 2EDA അല്ല, 2EA ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ഏരിയ, ഇഫ് വി ടേക്ക് ഏരിയ ആസ് എ, ടോട്ടൽ ഏരിയ ആസ് എ, then this becomes Q by A. Similarly, here it becomes sigma into A. This is the total charge, അല്ലേ? enclosed by this area A, അല്ലേ? ഇവിടെ നമ്മൾ ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ, ഫ്ലാറ്റ് ഫേസിൻ്റെ ഏരിയ എ എന്നാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും എ വന്നു. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ പറഞ്ഞു എ ആണെന്നുള്ളത്. സോ ആ എ ആണ് ഇവിടെ എല്ലാം കൊടുത്തത്. സിമിലർലി 1/ε0 ഇൻറ്റു ക്യൂവിന് വരെ എന്ത് കൊടുക്കാം? ക്യൂവിന് വരം സിഗ്മ എ. സോ സിഗ്മ എ. ഓക്കെ. എയും എയും കട്ട് ചെയ്യും. ബാക്കി വാട്ട് ഈസ് ഇ? ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2/ε0. ദിസ് ഈസ് ദി ആൻസർ. എയും ക്യാൻസൽ ചെയ്യപ്പെടും. സിഗ്മ ബൈ 2/ε0. ദിസ് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഹിയർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഡിസ്റ്റൻസ്. സി, ഐ ആം ടേക്കിംഗ് ദിസ് ഡിസ്റ്റൻസ് ആർ, അല്ലേ? ഇവിടെ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസാണ് ഞാനിവിടെ എടുത്തത് ഈ ഷീറ്റിൽ നിന്ന്. അതായത് ഈ ഡിസ്റ്റൻസ് ഇവിടം വരെ, ഈ ഡിസ്റ്റൻസ്, അല്ലേ? ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആർ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അവസാനം ആർ വന്നിട്ടില്ല, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ, ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ആർ. അതിൻ്റെ അർത്ഥം എന്താ?
അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എത്ര ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കൂടിയാലും ഇൻറ്റൻസിറ്റി ഈ സെയിം ആയിരിക്കും. ഇവിടെയും സെയിം ആയിരിക്കും, ഇവിടെയും സെയിം ആയിരിക്കും, ഇവിടെ എവിടെ എടുത്തു കഴിഞ്ഞാലും ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. ആറിനെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സോ വാട്ട് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ചാർജ്ഡ് ഷീറ്റ്? ഇൻഫിനിറ്റ് ചാർജ്ഡ് ഷീറ്റ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം ആലോചിക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജസ് ഷീറ്റിന് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നു അല്ലേ? എമിറ്റ് ചെയ്യുന്നു. കുറച്ചും കൂടെ അങ്ങോട്ട് വരയ്ക്കാം, നീട്ടി വരയ്ക്കാം. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇപ്പുറത്തെ സൈഡിനും ഇങ്ങനെ എമിറ്റ് ചെയ്യും അല്ലേ? നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് സൈഡിനും ഇങ്ങനെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു, ഒരു ചെറിയൊരു റിങ് ഞാനിവിടെ വരച്ചു, ഒരു ചെറിയ റിങ്. അപ്പോൾ എത്ര ലൈൻസ് കടന്നു പോകുന്നുണ്ട്? 1, 2, 3 അല്ലേ? ഇനി അതേപോലെ കുറച്ചുകൂടെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ഇവിടെ ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ അവിടെയും ഒരു റിങ് വരച്ചു. റിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇവിടെ എത്ര എണ്ണം കടന്നു പോകുന്നു? 1, 2, 3. അപ്പോൾ ഇവിടെ രണ്ടും ഇൻറ്റൻസിറ്റി സെയിം ആണ് അല്ലേ? ശരിയല്ലേ? ഇനി ഇങ്ങോട്ട് പോകുന്നു, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുന്നു, അവിടെയും ഏരിയ എടുത്തു. ആ സിലിണ്ടറിൻ്റെ ഫ്ലാറ്റ് ഫേസിൻ്റെ ഏരിയയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെയും എന്ത് തന്നെ 3 എണ്ണം തന്നെ കടന്നു പോകുന്നു. അതായത് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഷീറ്റ് ഇൻക്രീസസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഇൻറ്റൻസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ആ ഐഡിയ മനസ്സിലായല്ലോ? സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് നൗ. നന്നായിട്ട് പഠിക്കാം കേട്ടോ. ബൈ.